ഹലോ മച്ചാമരെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് അതുൽ രാജ്. സിനിമ അഡിക്റ്റഡ് ഡബിൾ ഏവർക്കും സ്വാഗതം. കുറെ നാളുകൾ ശേഷം, അതായത് അവസാനം സത്യം പറഞ്ഞാൽ തിയേറ്ററിൽ ഇത് ചിരിച്ച് തകർത്തിറങ്ങി വന്ന ഒരു സിനിമ ഏതാന്ന് ഞാൻ ചോദിച്ചാൽ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവസാനം ഒരു തെലുങ്കിൽ നിന്ന് വന്നിട്ടുള്ള ഈ പടത്തിന്റെ പേര് ഞാൻ പറഞ്ഞത് നമ്മുടെ അലിയൻ ബന്ധൽ എന്നൊക്കെ പറയുന്ന ഒരു പാട്ടൊക്കെ ഉള്ള ഒരു സോങ് അല്ലേ, പേര് ഞാൻ പറഞ്ഞത്. പക്ഷെ അത് കിടില മൂവിയാണ്. തിയേറ്റർ എന്ന് വെച്ചാൽ ചിരിച്ച് സത്യം പറഞ്ഞ് അതിന്റെ ഇവിടെയൊക്കെ സത്യം പറഞ്ഞ വേദന പോലെ അനുഭവപ്പെടുന്ന ടൈപ്പ് എക്സ്പീരിയൻസ് ആണ് ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോ കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് കിട്ടിയ ഒരു വേറൊരു അത് അത്രക്ക് എഫക്റ്റീവ് അല്ലെങ്കിലും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ പോയതുകൊണ്ടേ വേറൊരു ടൈപ്പ് ഒരു അല്ലെങ്കിൽ പ്രത്യേക ഒരു വൈബ് കിട്ടിയ ഒരു മൂവി. അതായത് നല്ല കിടിലൻ കോമഡി ഒരു സയൻസ് ഫിക്ഷൻ മൂവിയാണത്. ആ ടൈപ്പ് ഒരു കാറ്റഗറിന്റെ മൂവിയാണെന്ന് കേട്ടപ്പോ ഞാനത് ഇച്ചിരി ഡിഫറെന്റ് ആയിട്ടുള്ള മേക്കിങ്ങും അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള എന്തെങ്കിലും സ്റ്റോറി ലൈനും പഠിക്കുന്നത്. പക്ഷേ നമ്മള് കണ്ട് മറന്ന് ഉള്ള ക്രിസ്ത്യന്റെ ഫസ്റ്റ് ജാതു എന്ന് പറഞ്ഞ പിന്നെ നമ്മുടെ പി കെ അതൊരു നമ്മുടെ കാസ്റ്റിനെ പറ്റിയും ഒക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് പറയണത്. പക്ഷെ അതിൻ്റെ അകത്ത് മെയിൻ ആയിട്ടുള്ള ഒരു കണ്ടന്റ് എന്ന് വെച്ചാൽ ഏലിയൻ വരുന്നു, ഇന്ത്യ പുറത്തുള്ള ഒരാളുമായിട്ട് കണക്ഷൻ ആവുന്നു, അങ്ങനെയൊക്കെ മുമ്പായിട്ട് പോകുന്ന കഥാ മേക്കിംഗ് ആണല്ലോ. അപ്പൊ ഇതും അതേ ടൈപ്പ് കഥ പശ്ചാത്തലമാണെന്ന്, അല്ലെങ്കിൽ അതേ ടൈപ്പ് ഒരു കഥാ പശ്ചാത്തലമാണ് മൊത്തത്തിൽ കാണിക്കണത്. പക്ഷെ അവര് ഇതിൽ ചെയ്തിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ അതും ഇതുമായിട്ട് ഉള്ള ഒരു ബന്ധം അല്ലെങ്കിൽ അതേ ടൈപ്പ് ഒരു കഥാ പശ്ചാത്തലം വന്നത് കൊണ്ട് നമ്മൾ കാണുന്ന വർഷങ്ങൾക്ക് അല്ലെങ്കിൽ അതിന്റെ തന്നെ ഒരു ചെറിയ കോപ്പിയടി അല്ലേ എന്നുള്ള ഒരു തോട്ട് ചിലപ്പോ വരാം. പക്ഷെ അങ്ങനെ വരരുതെന്നുള്ള ഒരു ഇതില് അവര് ഈ മറ്റ് സിനിമ അല്ലെങ്കിൽ ഇതേ കാറ്റഗറി വരുന്ന സിനിമകളുടെ പേരും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഒന്നുകൂടി സൂചിപ്പിച്ച് എടുത്ത് കാണിച്ചിട്ടുണ്ട് സിനിമയിൽ. അപ്പൊ ആ ഒരു വിഷയം കാണിക്കുന്നതിലൂടെ ആ സിനിമ അങ്ങനെ ജസ്റ്റ് ഒരു കോപ്പിയുടെ അല്ല, ഞങ്ങളുടെ ഒരു ഭാവനയിൽ വന്നിട്ടുള്ള ഒരു ചെറിയൊരു കഥ. അത് മലയാളത്തിൽ നിന്നൊരു കുഞ്ഞിപ്പടം, അത് അത്ര വലിയ ഹൈ ബഡ്ജറ്റ് ഒന്നും അല്ല മൂവി എന്നല്ല പറയണത്, ഒരു കുഞ്ഞിപ്പടം. അതില് ഒരു ഫസ്റ്റ് സീനിലെ കുറച്ച് വിഷ്വലി ഇമ്പ്രൂവ് ആയിട്ടാണെങ്കിൽ ബഡ്ജറ്റിന് അവരുടെ ഉള്ള ഒരു ബഡ്ജറ്റിന് പറ്റിയ രീതിയിലുള്ള ഒരു വിഷ്വലും കാര്യങ്ങളായി VFX കാര്യങ്ങളും കുറച്ച് ഇമ്പ്രൂവ് അല്ലെങ്കിൽ ആക്കിയിട്ടുണ്ട് അവര്. ബഡ്ജറ്റ് ലോ ബഡ്ജറ്റ് മൂവി അല്ല, അപ്പൊ അതിനനുസരിച്ചുള്ള VFX അല്ലേ വരുള്ളൂ. അപ്പൊ അത് ഓർക്കണം നിങ്ങൾ. അപ്പൊ അത് വെച്ച് നോക്കുകയാണെങ്കിൽ VFXും കാര്യങ്ങളൊക്കെ നല്ലപോലെ ചെയ്തിട്ടുണ്ട്. സിനിമ അൽത്താഫും നീരജ് മാധവും ആണ് ഇതിനകത്ത് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. രണ്ടുപേരും പോലും സത്യം പറയാം തുടക്കം കണ്ടപ്പോ ഞാൻ ഓർത്ത് ജയിച്ച് ദൈവമേ, ജസ്റ്റ് കണ്ടിരിക്കാനുള്ള അല്ലെങ്കിൽ പൊട്ടപ്പടം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് വന്നു തുടക്കം തന്നെ. നമ്മള് കണ്ടു മറന്ന ആ ഏലിയൻ കാറ്റഗറി തന്നെ മൂവീസ് ഉണ്ടല്ലോ, അതേ ടൈപ്പ് തന്നെയാണ് തുടക്കം. സ്റ്റാർട്ടിങ് ഒക്കെ നമ്മൾ അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ അത് അങ്ങനെയല്ല, മറ്റ് സിനിമകളായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് നമ്മൾ ചിലപ്പോൾ ആലോചിക്കില്ല അതല്ലേന്ന കാര്യം. അത് ഞാൻ നേരത്തെ മുമ്പ് പറഞ്ഞു. അപ്പൊ അവര് അതിന്റെ ഒരു ക്ലാരിറ്റി വരാൻ വേണ്ടിയാണ് മറ്റു സിനിമ ഇങ്ങനെ ഇത് അതുപോലത്തെ നടന്ന കഥയല്ലേ എന്ന് സൂചിപ്പിക്കുന്നുണ്ട് ചെറുതായിട്ട് സിനിമയിൽ. അതുകൊണ്ട് ജസ്റ്റ് ഒരു ക്ലാരിറ്റി അതുകൊണ്ട് വരുന്നത്. പിന്നെ പറയണ നീരജ് മാധവും അൽത്താഫാണ് ഇതിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്നത്. അൽത്താഫാണ്. ഇത് ട്രെയിലർ കണ്ടുള്ളവർക്ക് മനസ്സിലായി ഏലിയന്റെ കാറ്റഗറി മൂവി ആയതുകൊണ്ട് ഏലിയൻ കഥാപാത്രമായിട്ട് അൽത്താഫ്. അത് കിടിലൻ ചൂസിങ്. അത് മലയാളത്തിൽ സത്യം പറഞ്ഞ വേറെ ആരും ആ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റും തോന്നിയില്ല. ആ കിടിലായിട്ട് തന്നെ അൽത്താഫ് ചെയ്തിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ക്യാരക്ടറും ആ ഒരു കോസ്റ്റ്യൂമിൽ തന്നെ വന്നിട്ട് കിടിലായിട്ട് തന്നെ. പിന്നെ ആ ഏലിയനെ വന്ന് ബാധിക്കുന്ന ഒരു ചെറുപ്പക്കാരനായിട്ടാണ് നമ്മുടെ നീരജ് മാധവ് വന്നിരിക്കുന്നത്. അദ്ദേഹവും അത്യാവശ്യം നല്ലപോലെ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. സിനിമ എങ്ങനെ മൊത്തത്തിൽ പറഞ്ഞ ഒരു ജെൻസി കിഡ് അല്ലെങ്കിൽ 2K കിഡ്സ് അങ്ങനെയുള്ള ടീമിനൊക്കെ നല്ലപോലെ ചിലപ്പോ ചിരിച്ച് അല്ലെങ്കിൽ മനസ്സിലാക്കി നമുക്ക് ആ സിനിമ എങ്ങനെയാന്ന് കാണാൻ പറ്റും. അല്ല അത് കഴിഞ്ഞിട്ടുള്ള കാര്യത്തിൽ ചിലപ്പോ ദഹിക്കണമെന്നില്ല സിനിമ. എനിക്ക് സത്യം പറഞ്ഞത് ഒട്ടും പ്രതീക്ഷയില്ല. വേണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു സിനിമനെ പറ്റി വലിച്ചു നീട്ടി ഒരുപാട് പറയാനായിട്ടൊന്നുമില്ല. ഒരു കുഞ്ഞിപ്പടാണ് കഴിച്ചത്. നല്ല രസമായിട്ട് നമ്മളിപ്പോ എന്താ നല്ല ഒരു റിഫ്രഷ്മെന്റ് അല്ലെ ആ ഒരു മൈൻഡ് സെറ്റ് ഒക്കെ വേണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരാളൊക്കെ ചിലപ്പോ പോയി ഈ പടമൊക്കെ കണ്ടു കഴിഞ്ഞാൽ മൊത്തത്തിൽ ചിരിച്ചു പറഞ്ഞ് മൈൻഡൊക്കെ ഒന്ന് സെറ്റ് ആക്കി വരും എന്നുള്ള ഒരു എനിക്ക് തോന്നി. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് സമ്മാനിച്ചുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയണത്.
പിന്നെ ഇത് ഇങ്ങനെ മസ്റ്റ് വാച്ച് ടൈപ്പ് മൂവിയാണോന്ന് വെച്ചാൽ ആ ഒരു കാറ്റഗറിയും അല്ല. എന്നാലും നമ്മൾ ഒരു ചില്ലി ഒരു വൈബ് മൈൻഡിലൊക്കെ ഇരുന്ന് നല്ലപോലെ എൻജോയ് ചെയ്തൊക്കെ കാണാൻ പറ്റിയ ഒരു, അതായത് ഫാമിലി ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ പിള്ളേർ സെറ്റ് അങ്ങനത്തെ ഗ്യാങ് ആണ്. സോറി കേട്ടാ, 90s 2K കിഡ്സ് അങ്ങനത്തെ ഉള്ള ടീമിനൊക്കെ ചിലപ്പോൾ വർക്ക് ചിലപ്പോൾ സത്യം പറഞ്ഞ ഒരു, ഞാൻ ഇടയ്ക്ക് ആലോചിച്ചത് കാർട്ടൂണാണ് മൊത്തത്തില്, കാർട്ടൂൺ പശ്ചാത്തലത്തിൽ തന്നെ ഒരു കഥ. അത് നമ്മള് ഇമോഷണൽ സീനൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അത് ഇമോഷണൽ സീൻ ആണെങ്കിലും, പക്ഷെ അത് ഞാൻ സത്യം പറഞ്ഞ എനിക്കൊരു പണ്ടൊക്കെ പോകോ CN കാർട്ടൂൺ നെറ്റ്വർക്ക് എന്നൊക്കെ പറഞ്ഞ ഒരു ചാനലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഉണ്ടാന്നറിയാൻ മേലത്. അതിന്റെ അകത്തൊക്കെ തന്നെ ഓരോരോ കഥ അല്ലെങ്കിൽ കാർട്ടൂൺ ഒക്കെ ഉണ്ടല്ലോ, ചോട്ടാ ഭീം അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ ഉണ്ടായിരുന്നു ആ ടൈമിൽ. അപ്പൊ അതേപോലത്തെ ചെറിയൊരു കുഞ്ഞിക്കഥ നല്ലപോലെ എടുത്തും വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ചില്ലി മൈൻഡൊക്കെ ഒന്ന് കാണുകയും ചെയ്യാം. പിന്നെ പടത്തിന്റെ ഡയറക്ടറിന്റെ കാര്യം പറയുകയാണെങ്കിൽ ആദിത്യൻ ചന്ദ്രശേഖറാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ പറയാനുള്ളത് കാസ്റ്റിംഗ്. എന്റെ കിടിലൻ കാസ്റ്റിംഗ് ആയിട്ടാ. അതില് നീരജ് മാധവാണ് മെയിൻ ക്യാരക്ടർ, അതായത് നായകനായിട്ട് വരുന്നത്. പിന്നെ അജു വർഗീസ് ചെയ്തിരിക്കുന്നത് അത് മുട്ടയൊക്കെ അടിച്ചിട്ടൊരു ക്യാരക്ടറിന്റെ മച്ചാനെ പുളി, വേറൊരു ഡിഫറെന്റ് ആണ് ലുക്കിൽ. സത്യം പറഞ്ഞാൽ അത് ബാക്കിൽ നിന്ന് കാണിക്കുന്ന സത്യം പറഞ്ഞാൽ ആരാണെന്നൊരു ഡൗട്ടാണ്. മലയാളത്തിൽ മുട്ടയെ കുറിച്ച് വന്നൊക്കെയുള്ള ഒരാളാണ്. നിങ്ങൾ ചിന്തിച്ചു, ഇവരുടെ പുതിയ ക്യാരക്ടർ അല്ലെങ്കിൽ പുതിയൊരു ആക്ടർ ആണെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതല്ല, അജു വർഗീസ് ഒരു കിടിലായിട്ട്. പിന്നെ ദിനേശ് പത്മാകർ ഒരു സയന്റിസ്റ്റിന്റെ കാറ്റഗറി അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിലാണ് വന്നത്. അടിപൊളിയായിട്ട് തന്നെ അദ്ദേഹം ചെയ്യുന്നുണ്ട്, നല്ല രസമാണ്. പിന്നെ അൽത്താഫ് മോനെ പുലി, ആള് സത്യം പറഞ്ഞ ആ ഗെറ്റപ്പ് തന്നെ മലയാളത്തിൽ നിന്ന് സത്യം പറഞ്ഞ ആരും ചെയ്യാൻ പറ്റും തോന്നുള്ള ആ ഒരു ക്യാരക്ടർ കിടിലായിട്ട് തന്നെ അൽത്താഫ് ചെയ്ത് തരുന്നതാ. പിന്നെ തട്ടിൽ ദേവസി വിനീത് തട്ടിൽ ദേവസി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനറൽ ലെവലെ എന്നൊക്കെ പറഞ്ഞ തന്നെ ഒരു അത് നിങ്ങളെ കണ്ടിട്ടുണ്ടോന്ന് അറിയാമല്ല. കണ്ടിട്ടൊക്കെ ഉണ്ടാവും അത്യാവശ്യം. അറിയാം, അത്യാവശ്യം സിനിമകളൊക്കെ ചെയ്യുന്ന ഒരു ആക്ടറാണ്. അത് കുഴപ്പമില്ല. ഇപ്പൊ ഈ അടുത്ത കാലത്താണ് അദ്ദേഹത്തിന് കൂടുതൽ സിനിമ കിട്ടാൻ തുടങ്ങിയെന്ന് തോന്നുന്നു. പക്ഷെ അതും കൊള്ളാം. ഒരു സത്യം പറഞ്ഞാൽ ഇങ്ങനെ കണ്ടപ്പോ ഞാൻ എന്താണ് പണ്ടത്തെ വന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ കോസ്റ്റ്യൂമും അങ്ങനത്തെയാണ് കേട്ടാ. അതായത് നമ്മുടെ എന്താണ് മായാവില്ലേ, മായാവിക്കകത്ത് വിക്രമനും എന്താണ് വിക്രമൻ വേറെ ആളുകളുണ്ടല്ലോ, വിക്രമിന്റെ ആ ഒരു ലുക്കിലാണ് സത്യം പറഞ്ഞാൽ അങ്ങനെ വന്നത്. കിടുവായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമ മൊത്തത്തിൽ കിടുവായിട്ടാണ് മൊത്തം കൊണ്ടുപോകണം. ഒരു ചെറിയൊരു എന്റർടൈൻമെന്റ് പാക്ക് മൂവി, സിമ്പിള് പടം. അത് ഒട്ടും വലിയ ഒരു എന്താ ലാഗ ഒന്നും തോന്നാത്ത വിധത്തിൽ നല്ല പോലെ കൊണ്ടുപോയിട്ടുണ്ട്. എല്ലാരും പറയുന്നത് കണ്ടു നോക്കുക.